ഇന്നലത്തെ UN ജനറൽ അസംബ്ലിയിൽ ഏറ്റവും കൂടുതൽ ഇസ്രായേലിനെതിരെ ആഞ്ഞടിച്ചത് നമ്മൾ വിചാരിച്ചത് ഖത്തറായിരിക്കും, അതല്ലെങ്കിൽ അറബ് രാജ്യങ്ങളിലെ സൗദി ആയിരിക്കും എന്നൊക്കെയാണ് അല്ലേ. പക്ഷേ അവരാരുമല്ലായിരുന്നു. ഏറ്റവും കൂടുതൽ ആഞ്ഞടിച്ചത് എർദോഗാൻ ആയിരുന്നു, തുർക്കിയുടെ പ്രസിഡന്റ് ആയിരുന്നു. വെറുതെ വന്ന് സംസാരിച്ച് പോകുകയല്ല, അല്ലെങ്കിൽ വെറുതെ വന്ന് അപലപിച്ച് പോവുകയല്ല ചെയ്തത്. തൻ്റെ കയ്യിൽ ഗാസയിൽ പട്ടിണി കിടക്കുന്ന, ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന പിള്ളേരുടെ ഫോട്ടോസും, അല്ലെങ്കിൽ അവിടുത്തെ എന്താ പറയുക, പട്ടിണി പാവങ്ങളുടെ ഒരുപാട് ഫോട്ടോസ് എല്ലാം എടുത്തിട്ട് അതെല്ലാം UN ജനറൽ അസംബ്ലിയിൽ കാണിച്ചിട്ട് ഇന്നലെ എർദോഗാൻ ഒരു കാര്യം പറഞ്ഞു. നമ്മളെല്ലാവരും ഇരിക്കുന്നത് ഐക്യരാഷ്ട്രസഭയിലാണ്, നമ്മളിവിടെ ഇരുന്ന് പറയുന്നത് എന്താ, സമാധാനം വേണം, സമാധാനം വേണമെന്ന്. ഇത്രയും കുട്ടികൾ, ഫോട്ടോ കാണിച്ചിട്ട് ഇത്രയും കുട്ടികൾ ഭക്ഷണം കിട്ടാണ്ട് മരിക്കുന്നു, അല്ലാത്ത ആളുകളെ ഇസ്രായേലി സേന കൊന്നൊടുക്കുന്നു, ഇത്രയും ആളുകൾ മരിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സംഭവം ഒരു വശത്ത് നടക്കുമ്പോൾ നമ്മളിവിടെ കൂടിയിട്ട് സമാധാനം പ്രഖ്യാപിക്കുകയാണോ, അല്ലെങ്കിൽ സമാധാനം കൊണ്ടുവരണം എന്ന് പറഞ്ഞാൽ സമാധാനം എവിടെ നിന്നുണ്ടാവും എന്നുള്ള ചോദ്യമാണ് എർദോഗാൻ ഇന്നലെ ചോദിച്ചത്. അത് കണ്ടിട്ട് എനിക്കത് കണ്ടപ്പം ചോദിച്ചു, നമ്മുടെ ഖത്തറിൽ ബോംബ് വീണിട്ട് പോലും, ഈ യുദ്ധത്തിൻ്റെ ഭാഗമല്ലാത്ത ഖത്തറിൽ ഹമാസിൻ്റെ പേരും പറഞ്ഞ് ഇസ്രായേൽ ബോംബിട്ട് ഒരു ഖത്തറി പൗരനും, അല്ലെങ്കിൽ അതിൻ്റെ കൂടെ മറ്റ് ഹമാസിൻ്റെ നേതാക്കളുടെ ബോഡി ഗാർഡ്സും ഒക്കെ എന്ന് പറയുന്ന ആളുകൾ മരിച്ചിട്ട് പോലും ഖത്തറിന് വെറുതെ ഒന്ന് അപലപിച്ച് പോകാനും, ഒരു എന്താ പറയുക, ഉച്ചകോടി അങ്ങ് ഖത്തറിലോട്ട് വിളിച്ചിട്ട് അവിടെ നിന്ന് മന്തി പിരിഞ്ഞു പോകാനും മാത്രമേ ഖത്തറിന് പറ്റിയിട്ടുള്ളൂ. അതിൽ ഇൻവോൾവ് ആകാത്ത മറ്റൊരാൾ, എർദോഗാനെ പോലത്തെ ഒരാൾ ഇത്രയും സ്ട്രോങ് ആയിട്ട് ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞപ്പം ശരിക്കും എനിക്ക് തോന്നി, ആ ഒരു കൂടെയുള്ള ആളുകൾ മരിച്ചു വീഴുമ്പോഴല്ലോ, മതവും ഒക്കെ പോട്ടെ, ഒരു മാനുഷിക പരിഗണനയിൽ ഒരു ജനോസൈഡ് അവിടെ നടന്നുകൊണ്ടിരിക്കുമ്പം അതിനെതിരെ ഇത്രയെങ്കിലും കാണിച്ചിട്ട് അതിനെതിരെ പ്രതികരിക്കാൻ ഈ ഒരു നേതാവിന് പറ്റിയല്ലോ എന്നാട്ടോ ഞാൻ ആദ്യം ആലോചിച്ചത്. അതുകൂടെ മാത്രമല്ല, ഇതിൻ്റെ കൂടെ പ്രസംഗിച്ച മറ്റ് അറബ് രാജ്യങ്ങൾ അങ്ങ് മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ സൗത്ത് ആഫ്രിക്കൻ പ്രസിഡന്റ് സംസാരിച്ചത് അതിനേക്കാൾ വലിയൊരു കാര്യമായിരുന്നു. അതായത്, നിങ്ങൾ സമാധാനവും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയും, എന്ത് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങൾ അവിടെ കൊണ്ട് നാളെയും ബോംബിടും. അപ്പം നമ്മൾ അതിൽ പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ സംസാരിക്കുന്നതിലല്ല കാര്യം, പ്രവൃത്തികളിലാണ്, ചെയ്യുന്ന പ്രവൃത്തികൾ നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നതെന്നും പറഞ്ഞിട്ട് വളരെ രൂക്ഷമായിട്ട് പറയുക. അതുപോലെ തന്നെ ഇസ്രായേലിലെ പല രീതിയിലും എന്താ പറയുക, കുറ്റപ്പെടുത്തുക മാത്രമല്ല കളിയാക്കൽ കൂടായിരുന്നു സൗത്ത് ആഫ്രിക്കൻ പ്രസിഡന്റ് സൈഡിൽ നിന്നുണ്ടായിരുന്ന സംസാരം. പിന്നെ ഇന്തോനേഷ്യൻ പ്രസിഡന്റ് വന്നു. ഇന്തോനേഷ്യൻ പ്രൈം മിനിസ്റ്റർ സംസാരിച്ചതിൽ ഇസ്രായേൽ നിർത്തുകയും വേണം, നിർത്തിപ്പോകുക മാത്രമല്ല, നിർത്തിപ്പോയി കഴിഞ്ഞാൽ അറബ് രാജ്യങ്ങൾ, ഈ പറഞ്ഞ ഉച്ചകോടിയിൽ വരുന്ന രാജ്യങ്ങളെല്ലാവരും കൂടെ അവിടുത്തെ ബാക്കി കാര്യങ്ങൾ നോക്കുകയും വേണം. അവിടുത്തെ എങ്ങനെ ആ ഗസ സിറ്റി ക്ലിയർ ചെയ്തിട്ട് അവിടെ പുതിയ കെട്ടിടങ്ങൾ പണിയണം, അവിടെയുള്ള ആളുകൾ എങ്ങനെ അവിടെ തന്നെ പുനരധിവസിക്കണം എന്നുള്ള രീതിയിലോട്ട് ചർച്ചകൾ നിങ്ങൾ ചെയ്യണം എന്നാണ് പറഞ്ഞത്. ഇങ്ങനെ ഓരോ ലോക നേതാക്കളും, പിന്നെ ഫ്രാൻസ്, അതുപോലെ തന്നെ ജർമ്മനി, ഇറ്റലി, ഇവരുടെ ഒക്കെ ലോക നേതാക്കൾ വന്ന് അവിടെ സംസാരിച്ചത് ഈ പറഞ്ഞ അറബ് രാജ്യങ്ങൾ ഇതിനെതിരെ സംസാരിക്കുന്നതിനേക്കാളും ഒരുപാട് അധികമായിട്ടാണ് എനിക്ക് തോന്നിയത്. അവർക്കുള്ള ആ ഒരു ഇത് എത്രത്തോളമാണ് അവരുടെ രാജ്യത്ത്. നമുക്കറിയാം, ഇപ്പം ബ്രിട്ടൻ ആണെങ്കിലും ഫ്രാൻസ് ആണെങ്കിലും ജർമ്മനി ആണെങ്കിലും ഇറ്റലി ആണെങ്കിലും ആളുകളെല്ലാം അതായത് പലസ്തീൻ രാജ്യത്തിനെ സെപ്പറേറ്റ് ചെയ്യണം, ഒരു 2 കൺട്രീസ് ആവണം എന്നുള്ള, 2 സ്റ്റേറ്റ്സ് ആവണം എന്നുള്ള രീതിയിൽ ശക്തമായിട്ട് പ്രസംഗിക്കാനും, അതുപോലെ തന്നെ അവരുടെ രാജ്യങ്ങളിൽ ഇതിന് വേണ്ടിയിട്ട് പ്രതിഷേധിക്കാൻ ഒരുപാട് ആളുകൾ ഇറങ്ങുന്നുണ്ട്. നിങ്ങളെപ്പോഴും കണ്ടിട്ടുണ്ടോ, ഒരു അറബ് കൺട്രിയിൽ നിങ്ങൾ ഏറ്റവും സിമ്പിളായിട്ട് എടുത്ത് നോക്കിയിട്ടുണ്ടോ, ജർമ്മനി എടുത്തോ, ഫ്രാൻസ് എടുത്തോ, ഇംഗ്ലണ്ട് എടുത്തോ, ഇറ്റലി എടുത്തോ, ഇന്ത്യ എടുത്തോ, അമേരിക്ക എടുത്തോ, ഈ രാജ്യങ്ങളിലൊക്കെ ജനങ്ങൾ റോട്ടിലിറങ്ങിയിട്ട് പലസ്തീന് വേണ്ടി വാദിക്കുന്നുണ്ട്. ഏത് അറബ് രാജ്യത്ത്, ഖത്തർ എടുത്തോ, സൗദി, ഖത്തർ, UAE, ബഹ്റൈൻ, കുവൈറ്റ്, ഈ എത്ര സ്ഥലങ്ങളിൽ റോഡിലിറങ്ങി പ്രതിഷേധം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. അവിടെ മറ്റ് വിദേശികൾ അവിടെ നിന്ന് പ്രതിഷേധിക്കുന്ന രീതിയിൽ ചില പോസ്റ്റുകളിടും, ചില പോസ്റ്ററുകൾ ഒട്ടിക്കും എന്നല്ലാണ്ട് റോഡിലോട്ട് ഇറങ്ങി ഒരു വലിയ ജനപ്രവാഹം, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഇറ്റലിയിലും സ്പെയിനിൽ കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടിട്ടുണ്ട് അവിടുത്തെ ജനപ്രവാഹം എത്രയാണ് ഈ ജനോസൈഡിനെതിരെ സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ഇസ്രായേലിനെതിരെ സംസാരിക്കുന്നത്. പക്ഷേ അറബ് കൺട്രീസിൽ അങ്ങനെ ഒരു ആൾക്കൂട്ടം ഇറങ്ങി സംസാരിക്കില്ല. അല്ലെങ്കിൽ ഈ പറഞ്ഞ അറബ് നേതാക്കൾ അവിടെ ഭരിക്കുന്ന, അപ്പോൾ ഷെയ്ഖ് അൽ നഹിയാൻ എടുത്തോ, ഷെയ്ഖ് മക്തൂം എടുത്തോ, അല്ലെങ്കിൽ നമ്മുടെ ഖത്തറിലെ അമീറിനെടുത്തോ, ഇവരൊക്കെ അതിനെതിരാണ്. എത്രത്തോളം ഇവരുടെ സോഷ്യൽ മീഡിയാസിലും ഇവരുടെ നയതന്ത്ര ബന്ധങ്ങൾ ത്രൂ ഇവരിങ്ങനെ അപലപിക്കുക എന്നല്ലാണ്ട് സ്വന്തം രാജ്യത്തെ ഒരാൾ പോലും, ഒരു പൗരൻ പോലും പുറത്തിറങ്ങി സംസാരിക്കുന്നില്ല. സോഷ്യൽ മീഡിയയിലെ പോസ്റ്റുകളല്ലാണ്ട് ഒരാൾ പോലും പുറത്തിറങ്ങി പ്രതിഷേധിക്കുന്നില്ല. അതിന് അവിടുത്തെ ഗവൺമെൻറ് സമ്മതിക്കുന്നില്ല. അപ്പം എത്രത്തോളം അറബികൾക്ക് ഇത് വേണം, അല്ലെങ്കിൽ എത്രത്തോളം അവരുടെ അജണ്ടയാണിതെന്നുള്ളത് നമ്മൾ ആദ്യം ചിന്തിക്കണം. ഇപ്പം ഒരു ബോംബ് അവിടെ പൊട്ടിയപ്പോഴാണ് ഇപ്പോഴെങ്കിലും അവർക്കൊന്ന് ഒരുമിച്ച് കൂടാൻ തോന്നിയതും, ഒരുമിച്ച് കൂടി ഞങ്ങൾക്കൊരു സംയുക്ത സേന ഉണ്ടാക്കണം, ഒരു രാജ്യത്തിൽ ഒരു അടി കിട്ടിക്കഴിഞ്ഞാൽ തിരിച്ച് മറ്റു രാജ്യങ്ങളൊക്കെ അതിന് അറ്റാക്ക് ചെയ്യണം എന്നുള്ളൊരു തീരുമാനത്തിലെത്തിയതും
അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പം പാകിസ്ഥാനുമായിട്ട് സൗദി ഒരു കരാറിൽ ഒപ്പിട്ടതും, അതല്ലെങ്കിൽ ഒന്നുമില്ലാത്ത രാജ്യങ്ങൾ, അമേരിക്കയുടെ ആസനം തക്കി ജീവിക്കുന്ന അല്ലെങ്കിൽ ആസനം താങ്ങി ജീവിക്കുന്ന രാജ്യങ്ങൾ മാത്രമായിട്ട് നമ്മൾ അറബ് രാജ്യങ്ങൾ ഒതുങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. അവരുടെ കയ്യിൽ കാശുണ്ട്, അവർക്ക് എല്ലാണ്ട് എന്തും വാങ്ങിക്കാം, ഏത് സേനയുണ്ടാക്കാം, എന്തും ചെയ്യാൻ പറ്റും. എങ്കിലും അവരവരുടെ ആ ഒരു സുഖലോപനത്തിലൊക്കെ ജീവിച്ചിട്ട് സുഖിച്ച് ഒന്ന് ഭക്ഷണം കഴിച്ച് ബാക്കിയുള്ള ആക്ടിവിറ്റീസും വിനോദങ്ങളൊക്കെ ആയിട്ട് പൈസ ഇഷ്ടം പോലെ കയറി വരുന്നുണ്ട് ഈ എണ്ണ വിറ്റിട്ടും ടൂറിസമായിട്ടും. അതുകൊണ്ട് ജീവിച്ചാൽ മതി എന്ന് തീരുമാനിച്ചിട്ടുള്ള കുറേ ശുംഭന്മാരും ഒരു പൊട്ടന്മാരും തന്നെയാണ് ഈ അറബ് നേതാക്കൾ. അവരെക്കാൾ കൂടുതൽ ജനങ്ങളാണെങ്കിലും നേതാക്കളാണെങ്കിലും ഈ ഗസ ജനോസൈഡിനെതിരെ സംസാരിക്കുന്നത് ഈ പറഞ്ഞ യൂറോപ്യൻ രാജ്യങ്ങളാണ്. എപ്പോഴും വൈറ്റ്സിനെ കുറ്റം പറഞ്ഞ യൂറോപ്സിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അമേരിക്കനെ മാറ്റി നിർത്തുക, അത് വേറെ കാര്യം. പക്ഷേ അതിനേക്കാൾ കൂടുതൽ ഫ്രാൻസും സ്പെയിനും ജർമ്മനിയും ഇറ്റലിയും എല്ലാ ആളുകളും ഈ രാജ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ ഗസക്ക് വേണ്ടിയിട്ട് സംസാരിച്ച് അവിടുത്തെ ജനങ്ങളിറങ്ങി സംസാരിക്കുന്നുണ്ട്. അതാണ് അറബ് രാജ്യങ്ങളും GCC കൺട്രീസും ഈ പറഞ്ഞ യൂറോപ്യൻ രാജ്യങ്ങളും തമ്മിലുള്ള വ്യത്യാസം. അത് നമ്മൾ ഇന്നലെ UN ജനറൽ അസംബ്ലിയിൽ നമ്മൾ കാണുകയും ചെയ്തു. അതിൻ്റെ ആ ഒരു ചേഞ്ചസ്, അറബികൾ ഇതിനെ അപലപിച്ചതും യൂറോപ്യൻസ് അല്ലെങ്കിൽ ഈ പറഞ്ഞ രാജ്യങ്ങൾ ഇതിനെ അപലപിച്ചതും നമ്മൾ വ്യക്തമായിട്ട് കാണുകയും ചെയ്തിട്ടുണ്ട്. ഇനി ട്രംപ് മുന്നോട്ട് വെച്ചിട്ടുള്ളൊരു വലിയ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയൊരു ഫോർമുല. ട്രംപ് ഇങ്ങനെ പല ഫോർമുലയും വെക്കാറുണ്ട്, ഒന്നും നടക്കാറില്ല. എങ്കിലും പുതുതായിട്ട് മുന്നോട്ട് വെച്ചിട്ടുള്ള ഫോർമുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രായേലി സേന അവിടെ നിന്ന് വിടും. ബാക്കി വരുന്ന 50ഓളം ഹമാസിൻ്റെ കയ്യിലുള്ള ആ ബന്ദികളെ തിരിച്ചു കൊടുക്കുക. ഇസ്രായേലി സേന അവിടുന്ന് മാറി നിൽക്കും. അതിനുശേഷം അറബ് ഇസ്ലാമിക് സേന അവിടുത്തെ ബാക്കി കാര്യങ്ങൾ, അവിടുത്തെ സെക്യൂരിറ്റി, അവിടുത്തെ ബാക്കി കാര്യങ്ങൾ നോക്കുക. ഗസ സിറ്റി ക്ലിയർ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് അറബ് രാജ്യങ്ങളുടെ സപ്പോർട്ടോടുകൂടി, അമേരിക്കൻ സപ്പോർട്ടോടുകൂടി അവിടെ റീബിൽഡ് ചെയ്യണം ആ ഒരു സിറ്റി. എന്നിട്ട് അവിടെ ബാക്കി വരുന്ന 20 ലക്ഷം ആളുകളെ അവിടെ പാർപ്പിക്കുക. അവരവിടെ ജീവിക്കട്ടെ. അതിൽ ഹമാസിന് ഒരു രീതിയിലും കൈകടത്താൻ പാടില്ല. അവിടെ മറ്റൊരു പലസ്തീൻ ഒരു ഭരണം ഏറ്റെടുത്തിട്ട് മുന്നോട്ട് പോവുക എന്നുള്ള ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷേ അത് എത്രത്തോളം അറബ് രാജ്യങ്ങൾ സപ്പോർട്ട് ചെയ്യും അല്ലെങ്കിൽ എത്രത്തോളം അതിനെ ഹമാസ് സപ്പോർട്ട് ചെയ്യും എന്നുള്ളത് നമുക്കറിയില്ല. പക്ഷേ ട്രംപിൻ്റെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ അറബ് നേതാക്കളുമായിട്ടൊക്കെ ട്രംപ് സെപ്പറേറ്റ് ആയിട്ടും അല്ലെങ്കിൽ നേരിട്ടും ഒരു കൂട്ടമായിട്ടും ഒക്കെ പലതരത്തിലുള്ള മീറ്റിങ്സുകൾ ഓൺ ഗോയിങ് ആണ്. അപ്പോൾ ഇത് കഴിയുമ്പോഴേക്കും അവരുടെ ഒരു അല്ലെങ്കിൽ അറബ് ഈ നാറ്റോയുടെ തീരുമാനം എത്രത്തോളമാണ്, ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ, അതല്ലെങ്കിൽ ഇതിന് വേണ്ടിയിട്ട് വീണ്ടും ഖത്തർ ഓൾറെഡി പിന്മാറി ഒരു ഈ പറഞ്ഞ ഇസ്രായേലുമായിട്ടുള്ള ഡയറക്റ്റ് ഒരു മധ്യസ്ഥതയിൽ നിന്നും ഖത്തർ പിന്മാറിയിട്ടുണ്ട്. വേറെ രാജ്യങ്ങൾ മുന്നോട്ട് വരുമോ, അല്ലെങ്കിൽ അറബ് നാറ്റോ മുന്നോട്ട് വന്നിട്ട് ഇസ്രായേലുമായിട്ട് സംസാരിക്കുമോ? അതല്ല, എർദോഗൻ പറഞ്ഞ പോലെ തിരിച്ചടിക്കേണ്ടി വരും. ഇപ്പോൾ ഈജിപ്ത് ചെയ്ത പോലെ അവിടെ കൊണ്ട് സേനനെ ഇറക്കി, ഈജിപ്തിൻ്റെ സേനയുടെ കൂടെ തുർക്കിയും അതുപോലെ ഇറാനും കൂടെ ചേർന്ന് തിരിച്ച് ഇസ്രായേലിനെ തിരിച്ചടിക്കേണ്ടി വരുമോ എന്നുള്ള തീരുമാനങ്ങൾ അത് അവർ തന്നെ എടുക്കണം. ഏതാണെങ്കിലും അറബ് രാജ്യങ്ങൾ എന്ത് ചെയ്തു എന്നുള്ളതും യൂറോപ്യൻ രാജ്യങ്ങൾ എന്ത് ചെയ്തു എന്നുള്ളതും നമ്മുടെ ഇന്ത്യ പോലും ഇന്ത്യ പോലും പലസ്തീനെ വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നു. തുടക്കത്തിൽ നമുക്കറിയാം നമ്മുടെ മോദിജി എന്താ ചെയ്തത്, നിഷ്പക്ഷമായിട്ടും വോട്ട് ചെയ്യാണ്ടിയും ഐക്യരാഷ്ട്രസഭയിൽ വോട്ട് ചെയ്യാണ്ടിയും മാറി എന്നൊക്കെ ചെയ്തു. പക്ഷേ ഇപ്പം പലസ്തീൻ രാജ്യം 142 രാജ്യങ്ങളിൽ ഒരു രാജ്യം ഇന്ത്യ തന്നെയാണ് സപ്പോർട്ട് ചെയ്തതും. അതുപോലെ തന്നെ പലസ്തീന് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യണം എങ്കിൽ നമുക്ക് ഇസ്രായേലിനെ വിടാനും പറ്റാത്ത രീതിയിൽ സംസാരിച്ചു. ഇപ്പോഴും അത് സമ്മതിച്ചിരാത് നമ്മുടെ നാട്ടിലെ സംഘപരിവാൺ ആണ് കേട്ടോ. ആ വാണങ്ങളാണ് ഇപ്പോഴും. അതല്ല, മുസ്ലിം രാജ്യമായതുകൊണ്ട് മുസ്ലിങ്ങൾ തീരണം എന്നുള്ള ആ ഒരു മനോഭാവം ഉള്ളിൽ വെച്ചിട്ട് ഈ ഒരു മുസ്ലിം വിരോധം കൊണ്ട് മാത്രം ജീവിക്കുന്ന സംഘപരിവാൺ ആണ് നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഇതിനെതിരെ യുദ്ധം ചെയ്യുന്ന ആൾക്കാർ. അപ്പം ലോകത്ത് നടക്കുന്ന ക്രമങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. ഇപ്പോൾ ഈ UN സ്റ്റേറ്റ് അസംബ്ലിയിൽ നടന്നത്, ജനറൽ അസംബ്ലിയിൽ നടന്നത് ഇതൊക്കെയാണ്. രാജ്യങ്ങൾ സംസാരിച്ചത് ഇതൊക്കെയാണ്. ട്രംപിൻ്റെ സംസാരങ്ങൾ ഇതൊക്കെ ആയിരുന്നു. ഇന്ത്യയുടെ സംസാരങ്ങൾ, അല്ലെങ്കിൽ ഇന്ത്യക്കെതിരെ ട്രംപ് ആഞ്ഞടിച്ചു. ഇന്ത്യയാണ് യുദ്ധത്തിന് സപ്പോർട്ട് ചെയ്യുന്നത്, ചൈന യുദ്ധത്തിന് സപ്പോർട്ട് ചെയ്യുന്നു, റഷ്യയുടെ കയ്യിൽ നിന്ന് നമ്മളിത് വാങ്ങിച്ച് റഷ്യക്ക് ഫണ്ട് കൊടുത്ത് അത് വെച്ചിട്ട് ഉക്രൈൻ ആക്രമിക്കുന്നു ഒക്കെ തുറന്നടിച്ചു ട്രംപ് പോയി. ഇന്ത്യ അവിടെ പോയിട്ട് ഇതിനെതിരെ, അല്ലെങ്കിൽ ഈ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞതിനെതിരെ ഒന്നും ഖാമാന്നൊരു അക്ഷരം നമ്മുടെ ഒരു നേതാക്കളോ അല്ലെങ്കിൽ നമ്മുടെ വിദേശകാര്യ സെക്രട്ടറി അല്ലെങ്കിൽ നമ്മുടെ മന്ത്രി ജയശങ്കറോ ആരും അവിടെ പോയിട്ട് തുറന്നിട്ടുമില്ല, പറഞ്ഞിട്ടുമില്ല. പറയാനുള്ള ചാൻസസ് എത്രത്തോളമാണെന്ന് അറിയില്ല, നോക്കാം. ഇനി പറയുമെന്നുള്ളതും അറിയില്ല, നോക്കാം. ഇതൊക്കെയാണ് അവിടുത്തെ ലോകക്രമങ്ങളും ലോക കാര്യങ്ങളും. ഇതൊക്കെയാണ് അവിടുത്തെ ജിയോ പൊളിറ്റിക്സ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊന്നും അറിയാതെ നമ്മുടെ നാട്ടിൽ നിന്ന് ഇപ്പോഴും ചെറ്റക്കുടിയിലിരുന്നിട്ട് ചെറ്റ പൊന്തിച്ച് ഫോണിൽ ഇരുന്നിട്ട് ഇപ്പോഴും ഈ പറഞ്ഞ മുസ്ലിം രാജ്യങ്ങളെയും ഗസനെയും തെറി വിളിക്കുന്ന കുറേ സംഘപരിവാരങ്ങൾ നമുക്ക് കാണാം. അത് നമ്മൾ കാര്യം കണ്ടവിട്ടേക്ക്. ഇതൊക്കെയാണ് ഇപ്പം ലോകത്ത് നടക്കുന്നത്. അതിൻ്റെ ഇടയിൽ ഇപ്പോൾ ഇന്നലെ
ഇസ്രായേൽ ഒരു ബോംബ്, ഹൂത്തികൾ വിട്ടൊരു ബോംബ് അവിടെ പോയി വീണിട്ടുണ്ട്, ഒരു മിസൈൽ അവിടെ പോയി വീണിട്ടുണ്ട്, 10-25 ആളുകൾക്ക് രൂക്ഷമായിട്ട് പരിക്കേറ്റിട്ടുണ്ട്. ഇനി അതിനുള്ള തിരിച്ചടി എന്താണെന്നും അതിനെങ്ങാനും തിരിച്ചടിച്ച് ഹൂത്തികൾക്ക് യമനിൽ പോയിട്ട് ഇവന്മാർ തിരിച്ചടിച്ചാൽ ഇനി ഏത് രീതിയിലാണ് ഇറാൻ അതിനെ സപ്പോർട്ട് ചെയ്യുന്നത് എന്നും അറിയില്ല. അതിഞ്ഞൊരു മറ്റൊരു യുദ്ധമാകുമോ എന്നുള്ളതൊക്കെ നമുക്ക് കണ്ട് തന്നെ അറിയേണ്ടി വരും. എന്താണെങ്കിലും ഇനിയുള്ള പുതിയ അപ്ഡേറ്റ്സ് നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം.